വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ള വീഡിയോ കേട്ടോ. കാര്യം എല്ലാ ദിവസവും നിന്ന് ചെയ്ത് ഞാൻ ആകെ ടയർഡായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണെന്ന് ഇരുന്ന് വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അങ്ങനെ ഒരു ഔട്ടിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ പ്രാവശ്യം ഞാൻ ഷോർട്സും കാര്യങ്ങളും ചെയ്യുന്നതല്ല. ഇത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് സെർച്ച്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ഹെയറിനോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യില്ലേ. സോ ഞാൻ അതുപോലെ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് നോക്കിയതിന് ശേഷമാണ് ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹെയർ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഹെയറാണ്. അങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന പോലത്തെ ഒരു ഹെയർ അല്ല. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കൊളാബിൻ്റെ ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഹെയർ എനിക്ക് ഒത്തിരി വേറെ സ്റ്റൈലൊന്നും കെട്ടാനിടാനൊന്നും പറ്റില്ല. കാര്യം ഇതുപോലത്തെ ഒരു ഡ്രൈ ഹെയർ ആയത് കാരണം അന്ന് തൊട്ടിട്ട് ഞാനിങ്ങനെ ഒരു ഹെയറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് കരുതിയതായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം അത് നമ്മുടെ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തതിന് ശേഷവും നമ്മുടെ ഹെയർ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനൊരു പ്രോഡക്റ്റ് എപ്പോഴും പർച്ചേസ് ചെയ്യണത്. സോ ഞാൻ അതുപോലെ ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട്. ഇപ്പം കുറേ ആയിട്ട് യൂട്യൂബിലൊക്കെ ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഞാൻ പതാത്ത പോലെ ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തത് തന്നെ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്താലും. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനെ കുറിച്ചൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ക്ലാസിക് എലഗൻ ലുക്കാണ്. സോ ലുക്ക് വൈസ് അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1.m സ്വെൽ കോട്ടാണ്. അപ്പോൾ നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ ഇതിന് 3 ടെമ്പറേച്ചർ സെറ്റിങ്സ് ഉണ്ട്. 3 ടെമ്പറേച്ചർ സെറ്റിംഗ് കൺട്രോൾ ബട്ടൺസ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. യൂസർ ഫ്രണ്ട്ലി ആണ്. ഞാൻ ഇപ്പോൾ ലോയിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം എൻ്റെ ഹെയർ തിന്നാണ്. അതുകൊണ്ട് ഞാൻ ലോയിലാണ് വെക്കുന്നത്. തിക്ക് ഹെയർ ഉള്ളവർക്ക് ഹൈയിൽ വെക്കാം. അത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ഒരു 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ 150 ടെമ്പറേച്ചറിലാണ് നമ്മളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഇത് തീരുന്ന വരെ ആ എൻഡിങ് വരെ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇതിന് ചിലതൊക്കെ ഉണ്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എൻഡ് എത്തുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇത് ചൂടായി നമ്മുടെ ആ ഹെയറിന് അത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇതിനില്ല. അതിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല, ശരിക്കും നമ്മളൊരു പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ സംഭവം എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഹെയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ അങ്ങനെയൊന്നും ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചെൻ്റെ ഹെയറിൽ അങ്ങനെ ചെയ്യണതല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് റിവ്യൂ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്നാൽ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലേക്കും കുറച്ച് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് നമുക്ക് 2 സൈഡിലേക്കും കുറച്ച് മുടി എടുക്കാം. നമുക്കിപ്പോൾ ആദ്യം ഒരു സൈഡ് നമുക്ക് ചെയ്യാം കേട്ടോ. കാര്യം നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ ഇടാം. നമുക്ക് ഈ ഒരു സൈഡ് മാത്രം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് 150ലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കാര്യം എൻ്റെ ഹെയർ കുറച്ച് തിൻ ആൻഡ് സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ടെമ്പറേച്ചർ മതി. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലോ. ഇപ്പോൾ നോക്കിയ ഹെയർ നല്ല നാച്ചുറലി സ്ട്രെയിറ്റ് ആൻഡ് ബൗൺസി ആയിട്ടും അതുപോലെ തന്നെ ഷൈനി ആയിട്ടും വന്നിട്ടുണ്ട്. ഇതിന് കാരണം ഇതിൻ്റെ ബ്രിസ്റ്റിൽസ് കെരാറ്റിൻ ഇൻഫ്യൂസ്ഡ് സെറാമിക് ബ്രിസ്റ്റിൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഷൈനി ഹെയർ കിട്ടും. മാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഒരു വൈഡ് പാഡ് ഡിസൈൻ്റെ ഷേപ്പാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഒറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഹെയർസ് സ്ട്രെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില സ്ട്രൈറ്റ്നേഴ്സ് നമുക്ക് ചെറിയ പാഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഹെയർസ് സ്ട്രെയിറ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ്
തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടാ നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ചെയ്യില്ലേ, ആ ഒരു പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ഇതുണ്ടാവില്ലേ, അതുപോലെ ശരിക്കും ഭയങ്കര സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഇതിന് മുന്നേ ചില ടൂൾസൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു മുടിയുടെ അറ്റൊക്കെ ഭയങ്കര ഫ്രിസി ആയിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിക്കാം. ഇത് കണ്ടോ, എൻ്റെ ഈ 2 ഹെയറിൻ്റെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഇത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയറാണ് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര നല്ല രസമുണ്ട്, നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഷൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ, ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഷൈനൊക്കെ നല്ല സൂപ്പറായിട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഫാസ്റ്റായിട്ട് ഇത് നമുക്ക് സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ്, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതെല്ലാം കാര്യങ്ങളും ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുള്ള ജെന്റിൽ ഓൺ ഹെയർ, പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഹെൽത്തി ആയിട്ടും ഭയങ്കര ഫിറ്റായിട്ടുമാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, അതെ, നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഭയങ്കരമായിട്ട് സെറ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സലൂണിൽ പോയിട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു 3 കാര്യത്തിലും. കാര്യം ഞാൻ ഉദ്ദേശിച്ച 3 ക്വാളിറ്റി ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഫിലിപ്സിൻ്റെ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ബ്രഷിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴ്ത്തു കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.